Kabaddi Kabaddi on Club FM. This is Muzaffir with you and welcome to my show. എന്റെ ഷോയിലേക്ക് ഇന്നലെ സജീന ചേച്ചി വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞു. ഇതായിരുന്നു ആ സങ്കടം. വട്ടക്കറക്കുന്ന വട്ടിയൂർക്കാവിനെ കുറിച്ചൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും. അതൊന്നും അല്ല എന്റെ പ്രശ്നം. പിന്നെ എന്താണ്? അതായത് ഒരു സൈഡിൽ പോലീസ് സ്റ്റേഷനാണ്, ജംഗ്ഷനാണ്, ഒരു സൈഡിൽ വില്ലേജ് ഓഫീസ്. ഇതിന്റെ സെന്ററിലായിട്ടുള്ള ഇടവഴിയാണ് പ്രശ്നം. ഒരുപാട് കുട്ടികൾ എല്ലാവരും അതിനകത്തുള്ളതാണ്. പബ്ലിക്കായിട്ട് അവര് യൂറിൻ പാസ് ചെയ്യും, ടോയ്ലറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര വിഷമമാണ്. എന്ന് വെച്ചാല് കുട്ടികളെല്ലാം ഒത്തിരി നടന്നു പോണ സ്ഥലമാണ്. അതിനകത്തൊരു ഡാൻസ് അക്കാഡമി ഉണ്ട്. കൊച്ചു കൊച്ചു കുട്ടികൾ, അതായത് പഴയ കാലത്തുള്ള നടിമാർ മുതൽ ഇപ്പം കൊച്ചു കൊച്ചു കുട്ടികൾ വരെ അവയെ നടന്നു പോണ സ്ഥലമാണ്. അപ്പൊ ഇതായിരുന്നു സജീന ചേച്ചി പറഞ്ഞ സങ്കടം. ഇന്നാണെങ്കിൽ വേൾഡ് ടോയ്ലറ്റ് ഡേ ആണ്. എന്നിട്ടും പക്ഷേ ചില ആളുകൾ ഇപ്പോഴും ടോയ്ലറ്റിൽ പോകുന്നതിന് പകരം പോകുന്നത് റോഡ് സൈഡിലേക്കാണ്. അതും കുട്ടികളും സ്ത്രീകളും അടക്കം നടന്നു പോകുന്ന റോഡ് സൈഡിലേക്ക്. പക്ഷെ ഞാൻ പോയത് ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ മുമ്പിൽ ക്യാഷ് കളക്ട് ചെയ്യാനിരിക്കുന്ന ഒരു ചേട്ടന്റെ മുമ്പിലേക്കാണ്. ചേട്ടന്റെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല, പറയുന്ന ബുദ്ധിമുട്ടില്ല. എന്റെ പേര് ഷിബു. ചേട്ടൻ ഇവിടെ ഒന്നിന് പോകണമെങ്കിൽ എത്രയാ? 2 രൂപ. അപ്പൊ രണ്ടിനാണെങ്കിലോ? 5 രൂപ. ഓക്കെ, ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നോണ്ട് ചോദിക്കുകയാണ്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു നാണക്കേടോ അങ്ങനെ എന്തെങ്കിലും? അത് എനിക്കെന്തൊരു നാണക്കേട് വരാൻ, ഇങ്ങനെ ഒരു നാണക്കേടോ? ഇവിടെ നാണവും മാനവും ഇല്ലാത്തവരാ റോഡ് സൈഡിൽ പോയി മൂത്രം ഒഴിക്കുന്നത്. ഇവിടെ വരണതെല്ലാം നാണവും മാനവും ഉള്ളവരാ. ശരി. ചേട്ടൻ ഇവിടെ കൂലിയാണോ ശമ്പളമാണോ? എനിക്ക് കൂലിയാണ്. ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടുമോ ഇവിടുന്ന്? എനിക്ക് ജീവിച്ചു പോകാനുള്ള പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ ഒരു മുതലാളി ഉണ്ടാവുമല്ലോ, വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ആള്. അപ്പൊ ചേട്ടന് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള തുക വേണല്ലോ അദ്ദേഹത്തിന് കിട്ടാൻ. എനിക്ക് തന്നിട്ട് അദ്ദേഹത്തിനുള്ള അദ്ദേഹം എടുക്കും. അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. ബാക്കി ഉണ്ടാവോ ചേട്ടന്റെ കൂലിയൊക്കെ തന്നു കഴിയുമ്പോ? ഉണ്ടാവും. ലാഭം കിട്ടുന്നുണ്ട്. കണ്ടോ, ലാഭം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഒന്നിനും രണ്ടിനും പോകുന്ന കാലത്തോളം ഈ കച്ചവടം നിലനിൽക്കും. ഇവിടെ ഒരുപാട് ആൾക്കാരാണെങ്കിൽ കയ്യിൽ ക്യാഷും വെച്ചിട്ട് എന്ത് ബിസിനസ് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്നുണ്ട്. നേരത്തെ സജീന ചേച്ചി പറഞ്ഞതുപോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ കേരളത്തിൽ വേറെ ഒരുപാടുണ്ട്. അപ്പൊ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ നാടും നന്നാവും, നിങ്ങളുടെ കച്ചവടവും നന്നാവും.